ഒരാളെ എങ്ങനെയാടാ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ പറ്റുകയെന്ന് ചോദിച്ചു. വെറുതെ കൊന്നുന്നാണോ സാറ് പറയുന്നത്? ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. വെറുതെ അല്ല സാർ, അവൻ എന്നെ പട്ടിയെന്ന് വിളിച്ചു. സൈക്കിളുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവൻ തിരിച്ചു വന്നത് ഒരു കയ്യിൽ പട്ടികയും മറ്റേ കയ്യിൽ വെട്ടുകത്തിയായിട്ട് അവൻ വരുന്നത് തിരിച്ചു. അവൻ വന്നിട്ട് ഈ വടി കൊണ്ടൊരു അടി കൊടുത്തു തലക്ക്. വെട്ടുമുഴ ഈ ഭാഗത്താ, കൈയുടെ ഈ ഭാഗത്തൊക്കെ. ഇവൻ പറഞ്ഞു, എനിക്ക് പോലീസിനൊന്നും പേടിയൊന്നുള്ള ആളല്ല, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പോലീസും എന്നെ പിടിച്ചിട്ടില്ല. സ്വാഭാവിക മരണമെന്ന് കരുതുന്ന പല മരണങ്ങളും പിന്നീട് അതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പങ്ക് അതിനുള്ളിലുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു കേസിന്റെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് മുൻ എറണാകുളം റൂറൽ അഡീഷണൽ SP ആയിട്ട് വിരമിച്ച VK രാജു സാർ. സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ സാറിൻ്റെതായിട്ട് ഒരുപാട് വന്നിരുന്നു. റോസ്ലി കൊലപാതകം, അതുപോലെ തന്നെ ടാങ്കിനടിയിൽ ഒരുപാട് വർഷം ഒളിച്ചിരുന്ന ഒരു രഹസ്യം പിന്നീട് കണ്ടെത്തുന്ന അത്തരത്തിൽ ഒരു കൊലപാതകമാണ് ഇത്തവണയും സാറ് പറയാൻ പോകുന്നത്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ക്രൈംബ്രാഞ്ചിലെ ഫസ്റ്റ് ഞാൻ എത്തുന്നത് 2011 ലാസ്റ്റാണ്. അപ്പോൾ 11 ലാസ്റ്റിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയൊരു കേസുണ്ട്. അത് 2012 ഒരു 6-ാം മാസം ആകുമ്പോൾ കിട്ടിയൊരു കേസാണ്. പുതിയ കേസെന്ന് പറയാനുള്ളതായിരുന്നു. ബാക്കിയൊക്കെ നേരത്തെ അവിടെ അന്വേഷിച്ചിരുന്ന കേസുകളാണ്. അപ്പോൾ ഈ കേസ് നമ്മുടെ വൈറ്റിൽ നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ പനങ്ങാട് കണ്ണാടിക്കാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെമ്പക്കര കനാലിൻ്റെ ആ ഭാഗത്തുള്ള അതിൻ്റെ ഓവർബ്രിഡ്ജ് ആ ഭാഗമാണ്. അവിടെ ഒരു ദിവസം രാത്രി ഒരാൾ ഹൈവേയുടെ നടുക്കുള്ള ഡിവൈഡർ ഉണ്ടല്ലോ, ആ ഡിവൈഡറിൽ മരിച്ചു കിടക്കുന്നു. വിളിച്ചു പറഞ്ഞ ആൾ ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റി കിടക്കുന്നു എന്നുള്ള തരത്തിൽ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു. വാഹനങ്ങൾ നിരന്തരം രണ്ട് സൈഡിലേക്കും വാഹനം വൺ വേ ആണല്ലോ, നിരന്തരം വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഡിവൈഡറിലൊരാൾ കിടക്കുന്നു. പലരും കണ്ടു കാണും ചിലപ്പോൾ, പക്ഷേ ഇദ്ദേഹമാണ് ആ ഒരു മനുഷ്യത്വം കാണിച്ചത്. അദ്ദേഹം പോലീസിനെ വിളിച്ചറിയിക്കുന്നു. പോലീസ് പെട്ടെന്ന് എത്തി, നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ വാഹനം എത്തി. അവരെ ഇയാളെ ഈ അപകടത്തിൽ പരിക്ക് പറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞ ആളെ നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ എത്തുമ്പോഴത് ബ്രോഡ് ഡെഡാണ്. പരിക്കുണ്ട്, വലത് കയ്യിൽ പരിക്കുണ്ട്, തലയുടെ ഭാഗത്ത് പരിക്കുണ്ട്. സ്വാഭാവികമായിട്ടും റോഡിൽ കിടന്ന ഒരു ആൾ വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയതാണെന്ന് കരുതി പോലീസ് കേസെടുത്തു. പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ അന്വേഷണത്തിൽ യാതൊരു ക്ലൂവും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഒരു 6 മാസത്തോളം ലോക്കൽ പോലീസ്, അത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റായിരുന്നു, സിറ്റിയിൽ തന്നെ, എറണാകുളം സിറ്റിയിൽ. അതായത് ഈ വാഹനങ്ങൾ ഇടിച്ച വാഹനം കണ്ടെത്താനുള്ള അന്വേഷണമാണോ ആദ്യം നടന്നത്? അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ലോക്കൽ പോലീസിന് ഒരു ക്ലൂവും അവർക്ക് ലഭിച്ചില്ല. അവർ വാഹനങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും ഒന്നും അവർക്ക് കിട്ടിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്നും കിട്ടിയില്ല എങ്കിൽ പിന്നെ ആ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചിലേക്ക് മാറണമെന്നുള്ളൊരു സർക്കുലറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഈ കേസ് ലഭിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലമൊക്കെ സന്ദർശിച്ചു. അപ്പോൾ ഞങ്ങൾക്കും തുടക്കത്തിൽ ഒരു ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ഞങ്ങൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഒരു ശ്രീദേവി മാഡമാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു മാഡമാണത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മാഡത്തിനെ പോയി കണ്ടപ്പോൾ മാഡം പറഞ്ഞു, ആ മുറിവുകൾ ആക്സിഡൻറ്റിൻ്റെ മുറിവുകളല്ല, അതൊരു ആയുധം കൊണ്ട് ഉണ്ടാക്കിയ മുറിവുകൾ, കയ്യിലെ മുറിവുകളൊക്കെ ആയുധം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾ ആണത്. നിങ്ങൾ ആ തരത്തിലൊരു അന്വേഷണം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് മുമ്പ് ലോക്കൽ പോലീസിനോടും പറഞ്ഞിട്ട് ലോക്കൽ പോലീസ് അവരത് ഞങ്ങളോട് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പറയുമല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പോയി കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അവർ തരും. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരും. ഏത് വൂണ്ടുണ്ടായാലും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെയും ആ ടീമിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഡോക്ടർ പിന്നെ അങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല, തലയിലും പരിക്കുണ്ട്. തലയിലെ പരിക്കും ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കിയതല്ല, അത് വേണമെങ്കിൽ ആക്സിഡൻറ്റും സംഭവിക്കാം. അതിൻ്റെ കാഠിന്യത്താലാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള കാര്യങ്ങളൂടി നോക്കണമെന്ന് ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ ഞങ്ങൾ ആ കേസിൻ്റെ അന്വേഷണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഡോക്ടറെ അടുത്ത് തന്നെയാണ്.
ഡോക്ടറെ കണ്ട് ചോദിച്ചു എന്താണ് ആക്സിഡൻ്റ് ആണെങ്കിൽ ഉള്ള അന്വേഷണം വേറെ ഒരു രൂപത്തിൽ, മർഡർ ആണെങ്കിൽ വേറൊരു രൂപത്തിൽ നമ്മൾ അന്വേഷിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ മരിച്ച ആളുടെ പേര് സത്യൻ എന്നാണ്. സത്യൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഇവിടെ ഹാർബറിലൊരു സ്ഥാപനത്തിൽ, പ്രൈവറ്റ് സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് അയാൾ ഈ കണ്ണാടിക്കാട് അവിടെ ഒരു ടയർ കടയുണ്ട്, ഒരു വലിയ കടയുണ്ട്, അവിടെ നിന്നിരുന്നു. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ബാലകൃഷ്ണനുണ്ട്. ഈ ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി വന്നതാണ് ഈ ദിവസം. നവംബർ 7 2011 നവംബർ 7 ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി അവിടെ വന്ന ആളാണ് പിന്നീട് രാത്രി ഒരു 8 മണിയോടുകൂടി മരിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഒന്ന് ഭയങ്കര മഴയാണ്, ഈ 8 മണി സമയത്ത് ഭയങ്കര മഴയാണ്. എല്ലാ എവിഡൻസുകളും എല്ലാം പോയി, വേറെ ഒന്നുമില്ല. ഈ ഒരു ബോഡി അവിടെ ക്രൈം സീൻ എന്ന് വേറെ ഒന്നുമില്ല, ബോഡി മാത്രം അവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് അതൊന്നും കാണാനുമില്ല, 6 മാസം മുമ്പുണ്ടായ സംഭവമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കും. ഞങ്ങളെപ്പോഴും പ്ലാൻ ഓഫ് ആക്ഷൻ്റെ തയ്യാറാക്കും. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഷി ഉണ്ട്, പിന്നെ രാജീവ്, പ്രഭു, അങ്ങനെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് കൂടെയുള്ള, അശോകൻ, ഇങ്ങനെ ഇവരെല്ലാവരും അന്ന് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണം ഏത് വഴിയിലൂടെ പോകണം എന്ന് അന്വേഷിക്കുമ്പോൾ ഇതിന് പെട്ടെന്ന് അഡ്രസ്സ് വന്നപ്പോൾ കണ്ണൂരാണ്. ഇയാളുടെ അഡ്രസ്സ് കണ്ണൂർ താഴെ ചൊവ്വ, സ്വദേശം കണ്ണൂരാണ്. ഇയാൾ ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ണൂർ ഈ ഒരു 2011 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ള സമയമാണ്, രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. അത് ഞങ്ങളുടെ ഡിസ്കഷനിൽ ആ ഒരു കാര്യം വന്നു. സാർ ഇത് കണ്ണൂരുള്ള ഒരാളാണ്, നമുക്ക് കണ്ണൂർ പോയി ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു നിർദ്ദേശമായിരുന്നു. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ നേരെ കണ്ണൂർ പോയി. കണ്ണൂർ പോയിട്ട് ഈ താഴെ മരണപ്പെട്ട സത്യൻ്റെ, അതിനു മുമ്പ് നമ്മൾ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ പോയി ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് കണ്ണൂരാണെന്ന് നേരത്തെ തന്നെ മറ്റൊരു കണ്ടുപിടിച്ചിരുന്നു, കണ്ണൂരുകാരനാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഞങ്ങളും കണ്ണൂർ പോയി ഇവരുടെ വീട്ടിലെത്തുമ്പോൾ ഇദ്ദേഹം നേരത്തെ തന്നെ വീട് വിട്ട് എറണാകുളത്തേക്ക് ജോലി ആയിട്ട് വന്നിട്ടുള്ളതാണ്. വല്ലപ്പോഴും പോകും. അവിടെ വീട്ടുകാരുമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ആൾക്ക് അവിടെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഒരു അനുഭവമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു അന്വേഷണം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് ചിന്തിക്കാം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നെങ്കിൽ നമ്മുടെ അന്വേഷണം കുറച്ചുകൂടി ഡെപ്തായിട്ട് വേറൊരു തലത്തിലേക്ക് പോകേണ്ടി വന്നേനെ. അപ്പോൾ ഒരു സാധ്യത ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളഞ്ഞു. പിന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന സംഭവങ്ങൾ, ഈ ഡിവൈഡറിൽ ഒരാൾ മരിച്ചു കിടക്കും, വേണമെങ്കിൽ അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ അടിപിടിയിലോ സംഭവിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെച്ചുണ്ടായിട്ട് അവർ ആ വണ്ടിയെ കയറ്റി കൊണ്ടുവന്ന് പോകുന്ന വഴി ഡിവൈഡറിൽ ഉപേക്ഷിക്കാം, ആ ഒരു സംഭവം. മൂന്നാമത് ഞങ്ങൾ കണ്ടൊരു സാധ്യത, ഈ ഡിവൈഡറിൽ ഇദ്ദേഹം വേറെ എവിടെ നിന്നോ നടന്നു വന്ന് ഇവിടെ വീണതാവാം. ഡോക്ടർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ കൂടി ഞങ്ങൾക്ക് തന്നു. വേണമെങ്കിൽ ഈ കയ്യിലെ പരിക്കെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോവാം, മഴയത്ത് കിടന്നു കഴിഞ്ഞാൽ ബ്ലഡ് എന്തായാലും പോവും. പിന്നെ തലയിലെ പരിക്കുമുണ്ട്, വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവിടുന്നൊരു ഏതെങ്കിലും ഒരു 1/4 കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും വെച്ച് അടിപിടിയിൽ പരിക്ക് പറ്റിയിട്ട് അയാൾ നടന്ന് വരുന്ന വഴി, ഈ വഴിയിലേക്ക് നടന്ന് വന്ന് റോഡിലേക്ക് എത്തിയാണല്ലോ, അവിടെ വെച്ചിട്ട് ഇയാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടതാവാം. ഇങ്ങനെ ഈ ഒരു സാധ്യതകളാണ് ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഈ 3 സാധ്യതകളും പരിശോധിക്കാൻ ഞങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൽ വാഹനം പാസ് ചെയ്ത് പോയപ്പോൾ അവരുമായിട്ടൊരു തർക്കമുണ്ടായി, അവർ കയ്യിലിരുന്ന ആയുധം കൊണ്ട്, ആൻറ്റി സോഷ്യലാണ് അങ്ങനെ സംഭവിക്കും. നമ്മൾ റോഡിൽ വെച്ചിട്ട് വേറൊരു ടീമുമായിട്ട് തർക്കമുണ്ടായാൽ ആ വണ്ടിയിലിരിക്കുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം, അതിൽ യാതൊരു സംശയമില്ല. അവിടെ ആ വണ്ടിയിലിരിക്കുന്ന ടീം ആൻറ്റി സോഷ്യലാണ്, എല്ലാവരും കേസ് ഉൾപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരിൽ ചിലപ്പോൾ ആയുധങ്ങളുണ്ടാവും, വാളുണ്ടാവും, വെട്ടുകത്തി ഉണ്ടാവും. അവർ വേറെ ഒന്നും നോക്കില്ല, അവർ അത് വീശി അവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമേ അവർ നടത്തുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ വീശിയപ്പോൾ ഈ വെട്ടുമുഴ ഈ ഭാഗത്താണ്, കൈയുടെ ഈ ഭാഗത്തൊക്കെ ഡിഫെൻസീവ് വുണ്ടാണ്, വെട്ടുപാടുകളാണ്, ഡിഫെൻസീവ് വുണ്ടാണ്.
അപ്പോൾ ഡോക്ടർ ഇത് പ്രത്യേകം പറഞ്ഞു, ഇതെല്ലാം ആരോ ആക്രമിച്ചപ്പോൾ കൈകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. ആ ഊണ്ടുകളാണ്. വാഹനാപകടത്തിൽ പറ്റിയതുമാകാം. വാഹനാപകടത്തിൽ പറ്റിയ പോലെ ചതവുള്ള 1-2 ഊണ്ടുകൾ വേറെയുണ്ട്. അത് മൂർച്ചയില്ലാത്ത ആയുധമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയൊരു അന്വേഷണമാണത്. ഈ റോഡിലൂടെ സെക്കൻഡ് കണക്കിന് വാഹനം 2 സൈഡിലേക്കും പോവുകയാണ്. അങ്ങനെ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ദേശീയപാതയാണ്, ഏറ്റവും തിരക്കുള്ളൊരു റോഡാണ്. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ, ആലപ്പുഴ ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം തന്നെ പോകുന്ന 10,000-കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ആ റോഡിൽ അതൊരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അന്വേഷണമാണ്. എങ്കിലും ഞങ്ങൾ ടോൾ പ്ലാസയിൽ പോയിട്ട്, കാരണം ടോൾ പ്ലാസയിൽ ഉള്ള ഡാറ്റാസൊക്കെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ, ടോൾ പ്ലാസയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഇതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ആ ദിവസത്തെ 8 മണിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കി. അതൊന്ന് നമ്മൾ സ്റ്റോർ ചെയ്തു. പിന്നീട് നോക്കാമല്ലോ, ഇത്ര ദിവസം കഴിഞ്ഞാൽ കപ്പാസിറ്റി കഴിഞ്ഞ് പോയാൽ അത് ഓവർ റേറ്റ്, അതെ ഓവർ റേറ്റ് ചെയ്തത് പോകും, നമുക്ക് കിട്ടില്ല. അത് ഞങ്ങൾ എടുത്തു വെക്കാനായിട്ട് ഞങ്ങൾ അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. അവരത് എടുത്തു വെച്ചു. പക്ഷെ ഞങ്ങളുടെ അന്വേഷണം ഞങ്ങൾ ഫസ്റ്റ് അത് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചില്ല. കാരണം ആ തരത്തിലോട്ട് പോയാൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ട്, അങ്ങനെ പോകേണ്ടി വരും. ഞങ്ങൾ ഫസ്റ്റ് CCTVയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി. ആ ഏരിയ മൊത്തം ഞങ്ങൾ നടന്നു, 2 സൈഡും നടന്നു. CCTVയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി. അപ്പോൾ ഒരാഴ്ച CCTV ഒക്കെ നോക്കി നടന്നിട്ടൊന്നും ഒരു സാധ്യതയില്ല. ഈ ഒരു സംഭവത്തിനൊന്നും ആരും നടന്നു വരുന്നത് ഒന്നും കാണാനില്ല. ആ 2012 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് CCTV ഉള്ളൊരു സമയമല്ല, ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും CCTV ഉണ്ട്. പോലീസിന് വളരെ ഉപകാരപ്രദമാണത്. അപ്പോൾ അങ്ങനെ പിന്നീട് ഞങ്ങൾ നോക്കാൻ തീരുമാനിച്ചത്, രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയിൽ കൊണ്ട് ഇട്ടാൽ അതും ഇതുപോലെ തന്നെ നമ്മൾ നോക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ. CCTV ഒക്കെ നോക്കിയാലേ കിട്ടുള്ളൂ. ടോൾ പ്ലാസ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം വേണം. പിന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഏറ്റവും ഈസിയായിട്ട് നോക്കാൻ കഴിയുന്നത് എന്താണ്, ഈ ചുറ്റുപാട്. ഡോക്ടർ പറഞ്ഞല്ലോ, ചുറ്റുപാടിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമായിട്ട് ഇഷ്യൂ ഉണ്ടായി, അവിടെ വെച്ച് ഈ വെട്ട് കിട്ടിയിട്ട് ഇയാൾ നടന്നു വരാനുള്ള സാധ്യത, ആ സാധ്യതയ്ക്ക് നല്ലൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അവിടെ ഒരു ടയർ കടയുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. ആളെ കാണാനാണ് ഇദ്ദേഹം വന്നത്. വൈകുന്നേരം കാണുകയും ചെയ്തു. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കാണുകയും ചെയ്തു. നേരത്തെ ഇയാൾ ഈ ഭാഗത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണ്ണാടിക്കാട് ഭാഗത്ത് 1-2 വർഷത്തോളം സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ അറിയാം. അവിടെയുള്ള ഹോട്ടലുകൾ ഇയാളറിയാമല്ലോ, അയാൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ അറിയാം. അത് ഞങ്ങൾ അയാളുമായിട്ട്, ബാലകൃഷ്ണനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവിടെ പരിചയമുള്ള ഒരാളാണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അയാൾ താഴത്തോട്ട് എവിടെയോ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ തൊട്ടപ്പുറത്ത് കനാലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ചമ്പക്കര കനാൽ. ചമ്പക്കര കനാലിൻ്റെ ഒരു സൈഡ് മുഴുവനും ഈ ചെയർ ഇട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കായലിലോട്ട് നോക്കി ഇരിക്കാൻ പറ്റുന്ന, കനാലിലേക്ക് നോക്കി ഇരിക്കാൻ പറ്റും, വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല സിമെൻറ്റിലുണ്ടാക്കിയ ബെഞ്ചുകൾ, ചാരി ബെഞ്ചുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് അന്വേഷണം ആ ഭാഗത്തേക്ക് പോയി. റോഡ് ക്രോസ് ചെയ്ത് വന്നു എന്നുള്ള ഒരു ഭാഗം ഞങ്ങൾ പോയി. അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ നല്ല തിക്കിലി പോപ്പുലേറ്റഡാണ്, ജനവാസ മേഖലയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ കണ്ടൊരു പ്രത്യേകത, വാടകയ്ക്ക് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ആ ഏരിയയിൽ. പരസ്പരം ആൾക്കാർ അത്ര അറിയില്ല. സാധാരണ ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, സ്വന്തം വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളെപ്പോലും എന്ത് ജോലി ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, മന്ത്ലി അവർക്കൊരു ഇൻകം ലഭിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ്, കനാലിൻ്റെ ഒരു സൈഡ് നമുക്ക് അന്വേഷിക്കേണ്ട, അപ്പുറമാണ്, അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കനാലിൻ്റെ തെക്ക് ഭാഗം ഏരിയ നമ്മൾ റോഡിൻ്റെ കിഴക്ക് സൈഡ് നമ്മൾ അന്വേഷിച്ചു, പടിഞ്ഞാറ് സൈഡ് നമ്മൾ അന്വേഷിച്ചു. ഈ 2 സൈഡ് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ച് ഒരു 3 മാസം എടുത്തു. ഇങ്ങനെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി, കടകളിലേക്ക് കയറി ഇറങ്ങി, വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ ഇറങ്ങി ഒരു 3 മാസത്തെ ഒരു അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു സംഭവം കിട്ടി. ഒന്നുമില്ല, അവിടെ ഒരു ഉപരിതല ജലഗതാഗത വകുപ്പിൻ്റെ ഒരു സ്ഥലം കിടപ്പുണ്ട്. ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്.
അവിടെ വൈകുന്നേരങ്ങളിൽ മദ്യപാനമുണ്ട്. കുറേ പിള്ളേർ വന്നിരുന്ന് മദ്യപാനവും പിന്നെ അവരെന്തൊക്കെയോ കളി എന്നൊക്കെ പറയുന്നു. സ്ഥിരമായിട്ടൊരു ഓട്ടോറിക്ഷയും കാണാറുണ്ടെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിരിക്കാറുണ്ട്. അന്നും ഈ പറഞ്ഞ ദിവസമൊക്കെ ഉണ്ട്, ഓരോ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരെക്കുറിച്ചായി അന്വേഷണം. ഇവരെക്കുറിച്ച് അന്വേഷണം വന്നപ്പോൾ ഒരു 8 പേരെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളുടെ മോനും ഉൾപ്പെടെ അയാളുടെയാണ് ഓട്ടോറിക്ഷ. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടു, അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തെങ്കിലും ഇതിലേക്ക് ലീഡ് ചെയ്ത് നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ കേസിലേക്ക് വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല, വേറെ ഒരു സാധ്യതയും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ അവിടെ ഉള്ളത് ഈ വീണ് കിടക്കുന്നതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ സ്ഥിരമായിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ട് എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവരെ ഞങ്ങൾ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ഞങ്ങൾ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു, ഈ ഒരു മർഡറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ 8 പേർക്കും ഇതുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഓട്ടോറിക്ഷ ആ വഴി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂടി ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിൽ വരണം, ഞങ്ങളുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിങ്ങൾ വരണം, നിങ്ങൾ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ടെൻഷനായി, അവരെല്ലാവരും ടെൻഷനായി. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ അവർക്ക് രക്ഷപ്പെടണമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. കാരണം അവരാ നാട്ടിലെ ആൾക്കാരാണ്, അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഒരു സാധനം അവർക്ക് ഇട്ടുകൊടുത്തിട്ട് ഞങ്ങളുടെ അന്വേഷണം അങ്ങ് തുടർന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങോട്ട് വിളിപ്പിക്കുമ്പോൾ അവർ നല്ലൊരു ഇൻഫർമേഷൻ തന്നു എന്നുള്ളതാണ്. ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉറക്കമൊക്കെ പോയി. നിങ്ങളാണ് കേസിലെ പ്രതികൾ, നിങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഒരു ഹോട്ടൽ, കേരള ഹോട്ടലോ, അയാളുടെ മകനൊരു അനൂപ് എന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അവന് മറ്റേ പിള്ളേരൊക്കെ ആയിട്ട് വന്നു. അടുത്ത ആഴ്ച ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളവിടെ കുറേ അന്വേഷിച്ചു, ഞങ്ങളല്ലാന്ന് തെളിയിക്കുക ഞങ്ങളുടെ ഒരു ബാധ്യതയാണല്ലേ, ഞങ്ങൾ കുറേ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട് സാർ, അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഞങ്ങളെ കേസിലൊന്നും പെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ അവിടെ ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പുണ്ട്, ആ ലെയ്ത്ത് വർക്ക്ഷോപ്പിലൊരു പയ്യൻ ഉണ്ട് അവിടെ, അവനിപ്പോൾ അവിടെ ഇല്ല, അവനവിടുന്ന് പറഞ്ഞു വിട്ടവർ. അത് പറഞ്ഞു വിടാനുള്ള കാരണം, ഇവൻ ആ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സല്ലല്ലോ, അവിടെ ഒരു ഡ്രസ്സ് ഉണ്ടാവില്ല, വർക്ക്ഷോപ്പിലൊരു ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവർ വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് ആണ് ഈ ഡ്രസ്സ് ഇടുന്നത്. ഇവർ മാറിയിട്ട ഡ്രസ്സിൽ നിന്ന് പേഴ്സ് അടിച്ചെടുത്ത് ഒരു 1000 രൂപ ഇവനെടുത്തു, ഈ പറഞ്ഞ സംശയിക്കുന്ന പയ്യനെടുത്തു. ഇത് ആരോ കണ്ടു, അവർ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇവരെടുത്തത്. പക്ഷേ ഇത് ഒരാൾ കണ്ടു, പോകാത്ത ഒരാളുണ്ടായിരുന്നു, അവനത് കണ്ടു. അവർ വന്നപ്പോൾ അവനോട് പറഞ്ഞു, ഇവനെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പേഴ്സൊക്കെ എടുക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരാൾ പോയിട്ട് പേഴ്സ് നോക്കുമ്പോൾ അയാളെ 1000 രൂപയുള്ള പേഴ്സിൽ അത് കാണുന്നില്ലേ. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ അവനത് നിഷേധിച്ചു, ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ നിന്നെ പോലീസ് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓണറെ വിളിച്ച് പറഞ്ഞു, ഓണർ അവിടെ ഇല്ല, വർക്ക്ഷോപ്പിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഓണർ വന്നു, ഓണർ ഇവനെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവനപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, പോലീസിനെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് പോലീസിനൊന്നും പേടിയൊന്നുള്ള ആളല്ല, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പോലീസും എന്നെ പിടിച്ചിട്ടില്ല, ഞാൻ ഒരുത്തനെ കുത്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്നോട് ഇവിടുത്തെ പോലീസ് ചോദിച്ചിട്ടില്ല, എനിക്ക് പോലീസിനെ പേടിയൊന്നുമില്ല എന്ന് ഇവരോട് തട്ടിക്കയറി. ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ഒരാളാണ്, ഒരു 100% അങ്ങനെ മാനസിക ആരോഗ്യമുള്ള ഒരാളല്ല, ഒരു 90% മാനസിക ആരോഗ്യമുണ്ട്. അന്ന് ഞങ്ങൾ പിടിക്കുന്ന സമയത്ത് 21 വയസ്സേ ഉള്ളൂ, അത്യാവശ്യം നല്ല ഹൈറ്റും ഒരു 80-90 കിലോ വെയിറ്റും. അവനെ കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ആദ്യം കേട്ടതോടുകൂടി അതങ്ങ് അവർ അവസാനിപ്പിച്ചു. ഇവനെ കൊണ്ടാക്കിയത് അമ്മയാണ് കൊണ്ടാക്കിയത് ഇവിടെ ഈ സ്ഥലത്ത്. അപ്പോൾ അവർ പറഞ്ഞു വിട്ടു, അല്ലാതെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ വേറെ ശ്രമങ്ങളൊന്നും നടത്തിയില്ല, ഇനി ഇവനിവിടെ വരണ്ട. അങ്ങനെ അമ്മയെ വിളിച്ചു വരുത്തി ഇവനെ പറഞ്ഞു വിട്ടു. ഇങ്ങനൊരു സംഭവം ഞങ്ങളിങ്ങനെ കേട്ടു സാർ, അല്ലാതെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങളിവിടെയുള്ള ഹോട്ടലുകൾ എല്ലാ സ്ഥലവും അന്വേഷിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു സാധനം കിട്ടിയല്ലോ. ഇനി ഇതാരാ, ഈ പയ്യൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പേര്
എനിക്കറിയില്ല സാർ, ഇന്ന വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ പറയുമ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ടീം എല്ലാവരും കൂടി നേരെ ആ വർക്ക്ഷോപ്പ് അന്വേഷിച്ച് പോയി. അപ്പോൾ അവനൊരു ഐഡിയ തന്നിരുന്നു, വർക്ക്ഷോപ്പ് എവിടെയാണെന്നുള്ളൊരു ഐഡിയ തന്നിരുന്നു. ഞങ്ങൾ പോയി വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് വർക്ക്ഷോപ്പിലുള്ളവരോടൊക്കെ ചോദിച്ചു. മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട്. പറഞ്ഞു അവൻ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഫയർ ചെയ്തു, ചൂടായി, പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോലീസിലൊന്നും പരാതി കൊടുത്തില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇവൻ എന്തൊക്കെയോ വലിയ ക്രൈം ചെയ്തിട്ടുള്ള ഒരാളാണ്, അവനെ പോലീസ് ഇതുവരെ അവനെ ചോദ്യം ചെയ്തിട്ടില്ല, അവന് പോലീസിനെ പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി സാറേ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. ഇവിടുന്ന് കുറച്ച് ദൂരത്താണ് അവൻ്റെ വീട്. ഇനി എന്തായാലും ആ ഒരു തരത്തിലേക്ക് പോവാം. ഞങ്ങൾക്ക് എന്തോ കിട്ടിയ ഒരു സന്തോഷത്തിന് ഇനി ആ ഒരു തരത്തിലേക്ക് പോവാം. ഈ ആളെ കണ്ടുപിടിക്കണമല്ലോ, ഇവർക്ക് ആർക്കും വീടറിയില്ല. ഇങ്ങനൊരു പയ്യനാണെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു രൂപമൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഏരിയ ലക്ഷ്യമാക്കി. പിന്നെ ഇവൻ വന്നുകൊണ്ടിരുന്ന സൈക്കിളിലാണ് വന്നുകൊണ്ടിരുന്നത്. കുറച്ച് ദൂരമുണ്ട്, ഒരു 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഇവൻ താമസിച്ചിരുന്നത്. ആൾക്കാരാണ് പരസ്പരം അറിയയില്ല. അവിടുത്തെ ഒരു നമ്മൾ അവിടെ നല്ല ടൗണിലൊക്കെ നമുക്കൊരാളെയും തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു ബന്ധവുമില്ല. ആരാണെന്ന് ചോദിച്ചാൽ അവർ അറിയില്ല എന്ന് പറയും. അതിന് പറയാനൊരു മടിയില്ല ആൾക്കാർക്ക്. നമ്മൾ നാട്ടിൻപുറത്തെ ഒരവസ്ഥയല്ല. അപ്പോൾ ഞങ്ങൾ ആ ഏരിയ കംപ്ലീറ്റ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കൈരളി എന്നും പറഞ്ഞൊരു ലേഡി ഉണ്ടെന്നും അവർക്കൊരു മകനുണ്ടെന്നും അല്പം ചലഞ്ചറായിട്ടുള്ള മെൻ്റലി ചലഞ്ചറായിട്ടുള്ള ഒരു പയ്യനാണെന്നും സാറന്മാർ പറയുന്ന ഈ ഹൈറ്റും തടിയും ഉള്ള ഒരു പയ്യനാണെന്നും ഇപ്പോൾ ഒരു മാളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. മാളിൽ അവനെന്തോ സ്റ്റോർ കീപ്പറായിട്ട് അവൻ ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ മാളിൽ ജോലി ചെയ്യുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ എൻ്റെ ടീമിനെയൊക്കെ വിട്ട്, ഇവിടെ എറണാകുളത്ത് 2-3 മാളുകളുണ്ടല്ലോ. വൈറ്റിലെ മാളുണ്ട്, വൈറ്റിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ വേറെ ഒരു മാളുണ്ട്. അവിടെ ആ മാളിലായിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പനങ്ങാട് എന്നൊരു പയ്യൻ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മാളിൽ ചെന്നപ്പോൾ അവൻ്റെ പേര് ശരൺദാസ് എന്നാണ്. 21 വയസ്സുണ്ട്. പുള്ളി ഒരു 8ാം ക്ലാസ്സോ അത്രയൊക്കെ വരെ പഠിച്ചിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അവന് വേറെ ഇപ്പോൾ അവിടെ കുഴപ്പമുള്ളതായിട്ടൊന്നും അവർക്കൊന്നും അറിയില്ല. രാവിലെ 10 മണിക്ക് വരും, 5 മണി വരെയും ജോലിയും സൈക്കിളിലാണ് വരിക. 3 മാസമായിട്ട് അവനവിടുന്ന് ജോലി ചെയ്ത് ശമ്പളം ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അവന് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും അവർ പറയില്ല. അവർക്ക് അറിയില്ല, കുഴപ്പമുള്ളതായിട്ടൊന്നും അവർക്കറിയില്ല. അവർ ഒന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടുന്ന് കൊടുക്കുകയുണ്ട്, സാലറി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടി. ഞങ്ങൾ ഇവൻ്റെ വീടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. വീട് വളരെ അടുത്ത കനാലില്ലേ, കനാലിൻ്റെ അവിടെ 100 മീറ്ററേ ഉള്ളൂ, ഒരു ചെറിയ വഴി, അവിടെയാണ് ഇവൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഒരു സാധനം വന്നു. നമ്മുടെ ഡോക്ടർ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, വേറെ എവിടുന്നെങ്കിലും അടി കിട്ടിയിട്ട് നടന്ന് വന്നപ്പോൾ മരിച്ചതാവും, വീണതാവുമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കണ്ടുപിടിച്ചു. വീട് കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഒരു കൈരളി എന്ന് പറഞ്ഞവൻ്റെ അമ്മ, അവൻ്റെ ഒരു സഹോദരി, ഇവനും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ഒരു താമസിക്കുന്നത്. മുകളിൽ വാടകയ്ക്ക് വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഫാദർ ഇല്ല, അവിടെ ഇല്ല, പുള്ളി വേറെ എവിടെയാണ്, ഇവരുമായിട്ടെന്തോ ഡിസ്പ്യൂട്ടായിട്ട് മാറി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ഈ കൈരളിയെ ഒന്ന് കാണാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല, ഈ ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരെല്ലാം കിട്ടിയല്ലോ, കൈരളിയുടെ മകൻ എന്ന് ഒക്കെ കിട്ടി. ഞങ്ങൾ തൊട്ടടുത്ത 1-2 വീടുകളിലൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവനെ ആൾക്കാരൊക്കെ അറിയും, ഈ ശരൺദാസിനെ ആൾക്കാരറിയും. അപ്പോൾ അതെങ്ങനെ അറിയുന്നത്? ഇവനവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ ഈ കനാലിൽ കുളിക്കാൻ വന്ന പിള്ളേരുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് ഒരുത്തിനെ മുക്കി പിടിച്ചിട്ടുണ്ട്. അവൻ ഒരു ചത്തുപോകുന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ കൂടെയുള്ള പിള്ളേരൊക്കെ പിടിച്ച് കയറ്റിയതാണ്. അങ്ങനെ വേറെ കുറേ അടിയും പിടിയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലൊരാൾ. അപ്പോൾ നമ്മുടെ കേസിലേക്ക് എന്തോ ഒരു സാധ്യത ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ ഇവരുടെ അമ്മയെ കണ്ടുപിടിച്ചു. അവിടെ നമ്മുടെ എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യണം, അവർ അക്കൗണ്ടൻ്റായിട്ട് അവർ വർക്ക് ചെയ്യണം. ഞങ്ങൾ അവരുടെ അടുത്ത് പോയി ഇവനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ചോദിച്ചു. പറഞ്ഞു അവന് നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു, കാശ് എനിക്ക് കറക്റ്റായിട്ട് മാസം വീട്ടിൽ കൊണ്ട് തരും, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അവൻ ആരെങ്കിലും കളിയാക്കി അവൻ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും എന്ന് അവർ പറഞ്ഞു. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അവന് കളിയാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവൻ പെട്ടെന്ന് വയലൻ്റായി എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നു. തമ്മിൽ എന്തോ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളൊരു സാധ്യത. പിന്നെ ഇത് നമുക്കിനി പ്രൂവ് ചെയ്യണമല്ലോ, ഇവർ പറയണമെന്നില്ല. ഞാൻ കൈരളിയോട് പറഞ്ഞു അവനെയും കൂട്ടി ഒന്ന് നമ്മുടെ ഓഫീസ് വരെ ഒന്ന് വരിക, 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവർ അടുത്ത ദിവസം അവനെയും കൂടി സാർ ഞാൻ വരാം എന്ന് പറഞ്ഞു. അവർക്കൊന്നും അറിയില്ല, വേറെ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഈ പയ്യനെയും കുട്ടി അവിടെ ഓഫീസിൽ വന്നു. അപ്പോൾ ഞാൻ ശരണ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നല്ല വാചാലമായിട്ട് നല്ല ജോലിയാണ്, അവിടെ ഇത്ര ആൾക്കാരുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ സൈക്കിളിൽ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരും, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറേ കനാലിൽ അവിടെ ഇറങ്ങി കുളിക്കും, ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ നമ്മളോട് കഥ പറയാം. ഞാൻ വെറുതെ ഇവരോട് പറഞ്ഞു, ഒരാളെ എങ്ങനെയാടാ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ പറ്റുക എന്ന് ചോദിച്ചു. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരാളെ എങ്ങനെയാടാ വെട്ടിക്കൊല്ലാനായിട്ടൊക്കെ പറ്റുക? പിന്നെ ഇവനാൾ മാറി. നമ്മൾ അത്രയും നേരം നമ്മളോട് സംസാരിച്ച ആളെയല്ല, വെറുതെ കൊന്നെന്നാണോ സാറ് പറയുന്നത്? എന്നോട് ചോദിക്കേ, വെറുതെ കൊന്നെന്നാണോ സാറ് പറയുന്നത്? ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, എൻ്റെ അമ്മ ഞെട്ടിപ്പോയി. ഒരു കൺഫെഷൻ കൂടിയാണ്. കൺഫെഷൻ ആണ്. വെറുതെ അല്ല സാർ, അവൻ എന്നെ പട്ടിയെന്ന് വിളിച്ചു. ഇതാണ് അവൻ ഞങ്ങളോട് പറയുന്നൊരു മറുപടി. പട്ടിയെന്ന് വിളിച്ചാൽ ഒരാളെ കൊല്ലുമോ? പട്ടിയെന്ന് വിളിച്ചാൽ കൊല്ലുമോ? അപ്പോൾ നീ എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ പട്ടിയെന്ന് വിളിച്ചത്? ഇയാളവിടെ ഈ കനാലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ മഴയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, സിമെൻറ്റിൻ്റെ ബെഞ്ചിൽ കായലിലേക്ക് നോക്കിയിരിക്കുക, സിഗരറ്റും വലിച്ചിട്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ പണ്ട് അവിടെ ഒന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവന് സൈക്കിളിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതുണ്ട്. ഇവന് ചെറിയ പരിചയമൊക്കെ ഉണ്ട്. ഇവന് കണ്ടപ്പോൾ എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. പ്രായത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവന് 21 വയസ്സേ ഉള്ളൂ, മറ്റേക്ക് 45 വയസ്സൊക്കെ ഉണ്ട്. എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നീ ആരാടാ ചോദിക്കാമെന്ന് പറഞ്ഞു. ഈ പൊടാ പട്ടിയെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടുള്ളൂ. ഇവൻ എന്ത് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി, സൈക്കിളുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവൻ തിരിച്ചു വന്നത് ഒരു കയ്യിൽ പട്ടികയും മറ്റേ കയ്യിൽ ഒരു വെട്ടുകത്തിയായിട്ടാണ് വരുന്നത് തിരിച്ച്. ഇയാൾ അറിയുന്നില്ല. ഇയാൾ കായലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ വേറെ ഈ ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് വേറെ ആരുമില്ല, ചെറിയ ചാറ്റൽ മഴയുണ്ട് ആ സമയത്ത്. ഇവൻ വന്നിട്ട് അവൻ്റെ കൺഫെഷനാണ്. അവൻ വന്നിട്ട് ഈ വടി കൊണ്ടൊരു അടി കൊടുത്തു തലയ്ക്ക്, ഒരടി. അപ്പോൾ ആണ് ഇയാൾ അറിയുന്നത്. ഇയാൾ പൊത്തിപ്പിടിച്ചിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവനെ ജസ്റ്റ് മുമ്പ് തർക്കം ഉണ്ടായല്ലേ ഉള്ളു. നേരെ ഓടി, കിഴക്കോട്ട് ഇയാൾ ഓടി, കനാലിൻ്റെ സൈഡിൽ കൂടി കിഴക്കോട്ട് ഓടി. പിന്നിലൊന്നുള്ള അടിയാണ്, ഇയാൾ അറിയുന്നില്ല. ഇവനും നേരെ പിന്നാലെ ഓടി. ഒരു 200 മീറ്ററോളം ഓടി. അയാളൊരു പണി തീർന്ന് ഷട്ടറൊക്കെ ഉള്ളൊരു കടയുടെ ഫ്രണ്ടിൽ പോയി ഇയാൾ വീഴുകയാണ്, ഓടി വീഴുന്നു. ഇവൻ ഓടി അവിടെ ചെന്നിട്ട് ഇവനെ പിടിച്ച് വലിച്ച്, ഈ ഷട്ടർ ലോക്ക് ചെയ്തിട്ടില്ല, അപ്പം വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ അത്യാവശ്യം മഴ തുടങ്ങി. ഷട്ടറിൻ്റെ അകത്തോട്ട് പോകാൻ കയറ്റിയിട്ട് ഈ വെട്ടുകത്തി കൊണ്ട് വെട്ടിയേ. മറ്റവൻ കിടക്കേ 2 അടിച്ചിട്ടുമുണ്ട്. ഈ വെട്ടുകത്തി കൊണ്ട് ഇയാളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ തടയാണ്. ഡോക്ടർ പറഞ്ഞത് എല്ലാം ഡിഫെൻസീവ് ഉണ്ടാകുക. ഈ തലക്കെട്ടും മുഖത്തിനും വെട്ടുന്ന ആ വെട്ട് മുഴുവനും ഇയാൾ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടയേ. പക്ഷെ ഇയാളിങ്ങനെ തടഞ്ഞിടഞ്ഞ് അയാളുടെ കണ്ടോളൂ, അയാളവിടെ കിടന്നു. ഇവൻ മരിച്ചു ഇവൻ വിചാരിച്ചു. അങ്ങനെ ഇവൻ അവിടെ നിന്ന് പോയി. ഇവൻ്റെ മേത്ത് മുഴുവൻ ബ്ലഡാണ്. പിന്നെ അവിടെ നിന്ന് നേരെ പോയി ഈ പുഴയിലിറങ്ങി അവൻ കുളിച്ചു, ഇതെല്ലാം കഴുകി നേരെ വീട്ടിലേക്ക് പോയി. അന്നൊരു ബർമൂടയും പിന്നെ ഒരു ഡാം 999 എന്നും പറഞ്ഞെഴുതിയ ഒരു ഒരു ബനിയൻ അത് ഇട്ടിട്ടാണ് വന്നത്. ഇവനത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് അവൻ വീട്ടിലിരുന്നു. അവനാരോടും പറഞ്ഞില്ല. അവിടെ ഇരുന്നവൻ. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്തോ ചെറിയൊരു ബോധം വീണു ഈ സംഭവം. അങ്ങനെയാണ് ഇയാൾ പിന്നെ അവിടെ പോയി ഇയാൾ വീഴുന്നത്, ഈ സ്ഥലത്ത് പോയിട്ട് വീഴുന്നത്. അത് കണ്ടവർ ആരുമില്ല. ഇവൻ വെട്ടി ഇതിൻ്റെ അകത്ത് ഇട്ട ആളാണ് നമ്മളെവിടെ കാണുന്നത്, പിന്നീട് ഡിബേറ്റിൽ കാണുന്നത്. അപ്പോൾ ഇയാൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ചുറ്റുപാട് എവിടെയെങ്കിലും വെച്ചൊരു സംഭവം ഉണ്ടായി തിരിച്ച് പോകുന്ന സമയത്ത് തിരിച്ച് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്? അയാളുടെ സുഹൃത്ത് അവിടെയുണ്ട്, ബാലകൃഷ്ണ അപ്പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്. അയാളെ അന്വേഷിച്ച് അയാളെ പറയാൻ വേണ്ടി പോയി. അയാൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെടും, കയ്യിലല്ലേ അവർക്ക്. തലയിൽ ഒരു അടിയും 1-2 അടി തലക്കിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സംഭവം ഇവൻ തിരിച്ചു പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവനോട് ഇത് കറക്റ്റാണെന്നറിയണ്ടേ, ഇങ്ങനൊരു
മെൻ്റലി കുറച്ച് ചലഞ്ചഡായിട്ടുള്ള ഒരാൾ. ചോദിച്ചു പിന്നെ അവൻ്റെ അമ്മയുടെ മുമ്പിലിരുന്നാണ് ഇതെല്ലാം ഇവനിത് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു, ഈ ആ ബനിയൻ അന്നൊരു ബനിയൻ ഇട്ടിരുന്നില്ലേ, ആ ബനിയൻ എവിടെയുണ്ട്? അത് വീട്ടിലുണ്ട്. അപ്പം അന്ന് നീ എന്ത് ചെയ്തു? ഈ ബനിയൻ എന്ത് ചെയ്തു? ഞാനിത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പോയിട്ട് ആ ബനിയൻ തന്നെ ഇസ്തിരി കൊണ്ട് തേച്ച് ഉണക്കി ഞാൻ എടുത്ത് ഞാൻ അത് തന്നെ ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവൻ്റെ പെങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സംഭവം. പെങ്ങൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നീട് പെങ്ങളെയൊക്കെ കണ്ട് ചോദിക്കുമ്പോൾ പെങ്ങൾ പറഞ്ഞു, അവരൊരു ദിവസം വന്നിട്ട് ഈ നനഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ ഇട്ട് തേക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാണ് നീ നനഞ്ഞ ബനിയനും ഈ ബർമൂടയൊക്കെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നനഞ്ഞത് നമ്മളിങ്ങനെ തേച്ചാൽ നല്ല പെർഫെക്ഷൻ കിട്ടും, അതുകൊണ്ട് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ അവൾ ഓർത്തു, പെട്ടെന്ന് അവൾ ആ സംഭവം ഓർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബനിയൻ എടുത്ത് പരിശോധന കഴിച്ചപ്പോൾ അതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നത് ഇയാളുടെ ബ്ലഡ് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കടയുടെ ഉള്ളിൽ കയറ്റി കിടന്ന് പറഞ്ഞില്ലേ, അവിടെ ഭിത്തിയിൽ ബ്ലഡ് സ്റ്റെയിൻ. പിന്നീട് ആരും ശ്രദ്ധിച്ചിട്ടില്ല അവിടെ, അതൊരു പണി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ്. പക്ഷെ അവരത് ലോക്ക് ചെയ്തില്ല, സാധനം ലോക്ക് ചെയ്തില്ല. വെറുതെ ഇങ്ങനെ അത് ഈ ഇടയ്ക്ക് ആൾക്കാർ വന്ന് കാണാൻ വരും. കാണാൻ വന്നപ്പോൾ അവർ തൊട്ടടുത്തുള്ള ആൾക്കാരല്ല, കുറച്ച് ദൂരെയുള്ള ആൾക്കാർ. അപ്പോൾ വരുന്നവർ വന്ന് കണ്ടു പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ അടച്ചിടും. 2 ഷട്ടറാണ്, അതിൽ റൈറ്റ് സൈഡിലുള്ള ഷട്ടറാണ്. ഒരെണ്ണം അപ്പുറത്തത് പോയി, അതുകൊണ്ട് അത് ലോക്കാക്കി ഇട്ടു. രണ്ടാമത്തെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, അത് തുറന്നിട്ടു. ആരോ അടുത്ത ദിവസം കാണാൻ വരും, അതിന് അയാൾ പാവം തുറന്നിട്ടിട്ട് പോയതാണ്. നോക്കുമ്പോൾ ഭിത്തിയിൽ ഇയാളുടെ ബ്ലഡാണ്. അതെടുത്തു, അതും പരിശോധനയ്ക്ക് അയച്ചു. ആ ബ്ലഡും കിട്ടി, ഇവൻ്റെ ഈ ബെർമൂടയിൽ നിന്ന് ബ്ലഡ് കിട്ടി, ഇവൻ്റെ ടീഷർട്ടിൽ നിന്ന് നമുക്ക് ബ്ലഡ് കിട്ടി. ഇത് മാഞ്ഞു പോയില്ലല്ലേ? ഇല്ല, അത് പരിശോധനയിൽ പിന്നെ രാസപരിശോധനയാണല്ലോ, കെമിക്കൽ അനാലിസിസ് നടക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് അതൊക്കെ നിലനിൽക്കും. പിന്നെ അത് കണ്ടുപിടിച്ചു. പിന്നെ ഇവൻ്റെ ഞങ്ങൾ അവിടെ പോയി, ഇവൻ്റെ മാളിൽ ചെല്ലുമ്പോൾ ഇവൻ കൃത്യമായി ഈ മെൻ്റലി ചലഞ്ചെന്ന് ഇവർ പറയുന്നെങ്കിൽ പോലും കൃത്യമായി ശമ്പളം മേടിക്കുകയും എല്ലാ ദിവസവും പോയി ഒപ്പിട്ട് ജോലിക്ക് കയറുകയും രാവിലെയും വൈകുന്നേരം ഒപ്പിട്ട് ഇറങ്ങി കൃത്യമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പയ്യൻ. അവനെ ഇത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇവനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഈ കേസ് തെളിയിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. ചെറിയ ഒരൊറ്റ ചോദ്യത്തിനുള്ളിൽ കൊണ്ട് അവൻ്റെ ആ ഒരു പ്രകോപനം മൂലമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രകോപനം, ആ പ്രകോപനം എന്താണ്? അവനെ പട്ടിയെന്ന് വിളിച്ചു എന്നുള്ളൊരു. പക്ഷെ നമ്മളെ സംബന്ധിച്ചു അതൊരു കാരണമേ അല്ല, നമുക്കൊരു നിസ്സാരമായ ഒരു കാരണമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അത് ഭയങ്കര ഗുരുതരമായ, അവനെതിരെയുള്ള ഗുരുതരമായ അവനൊരു പിന്നെ മാനഹാനി ഉണ്ടായ തരത്തിലുള്ളൊരു വാക്കായി പോയി. അത് അയാളുടെ അന്ത്യത്തിലേക്ക് കലാശിച്ച് ഒന്നുള്ളതാണ്. പിന്നെ ഈ കേസ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോടതി ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്തിട്ട് ഇവർ നേരെ കൊണ്ടുപോയത് നമ്മുടെ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ, അവിടെ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ കാലം തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് കോടതിയിൽ കേസ് അഡീഷണൽ CBI കോടതിയിലായിരുന്നു ഈ കേസ്. അപ്പോൾ ആ CBI കോടതിയിൽ എന്നെ ബഹുമാനപ്പെട്ട കോടതി അവിടെ വിളിപ്പിച്ചു. ഒരു ദിവസം ഞാൻ പോയി. ഈ പ്രതി ഉണ്ടായിരുന്നു, പ്രതിയുടെ വക്കീലുണ്ടായിരുന്നു, നമ്മുടെ പ്രോസിക്യൂഷൻ GP ഉണ്ടായിരുന്നു, ഇവൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ കേസ് ഇവനിങ്ങനെ മെൻ്റലി ചലഞ്ചായിട്ടുള്ള ഒരാളാണ് എന്ന് പ്രതിഭാവം വക്കീൽ പറഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങൾ പറയാത്തൊരു കാര്യം കൂടി ഞങ്ങളന്ന് കോടതിയിൽ പറഞ്ഞു. ശരിക്കും ഇവനെ ആക്രമിക്കാൻ കാരണം അമ്മയുടെ ജാരനാണെന്ന് സംശയിച്ചിട്ടായിരുന്നു. ഇവൻ്റെ അമ്മയെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ വരുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സംശയം ഇവൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇയാൾ 2-3 വർഷം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും കുളിക്കുകയും, ഇവനെ എന്നോ ഈ വീടിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടെന്നോ ഇയാൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് അങ്ങോട്ടേക്ക്? ഇയാൾ ആ പുഴയുടെ തീരത്ത് അവിടെയുള്ള സമയത്ത് സ്ഥിരം വന്ന് കുളിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ജസ്റ്റ് ഒന്ന് അവിടെ വന്നതാണ്. അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടി അയാൾ വന്നതാണ്. മറ്റവന് അയാളുമായിട്ട് 2 മദ്യമൊക്കെ കഴിച്ചിട്ട് അവിടെ വന്നിരുന്നതാണ്.
പക്ഷെ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ പേരിലാണ് ഇവൻ ഈ ഒരു കൊല ചെയ്തത്. അത് നമ്മൾ കോടതി പറഞ്ഞപ്പോൾ കോടതി അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആ കേസ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പിന്നെ എത്തിയില്ല ആ കേസ്. അതങ്ങനെ മെൻ്റലി ചലഞ്ചഡാണല്ലോ, അതങ്ങനെ ഒരു പെൻഡിങ്ങിലേക്ക് അങ്ങനെ നിന്നു. പക്ഷെ നമ്മളത് ആ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ഇയാൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിരുന്നെന്നും തൊഴിൽ ചെയ്ത് കൃത്യമായി ജീവിക്കുന്ന ഒരാളാണെന്നും കോടതിയിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു അവൻ്റെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ ചെറിയൊരു ഷോക്കുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം മതി അവർ ആക്രമിക്കും. അതാണ് ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പാഠം. അതാണ് അവർ പെട്ടെന്ന് വയലൻ്റ് ആവും. ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരും മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ പെട്ടെന്ന് വയലൻ്റ് ആവും. അപ്പോൾ ആ ഒരു വയലൻസ് മൂലം ഉണ്ടായിട്ടുള്ള ഒരു മർഡറാണ് ഈ ഒരു സത്യൻ്റെ മരണത്തിനിടയാക്കിയ ആ ഒരു കേസ്. ശരിക്കും ഒരു ആക്സിഡൻ്റ് കേസാണെന്ന് പറഞ്ഞ് തീരേണ്ട ഒരു സംഭവം. ഡോക്ടറുടെ നമുക്ക് ശരിക്കും ഡോക്ടർ നമുക്കൊരു ദിശ ഉണ്ടാക്കി തന്നു. ഡോക്ടർ ഇതിന് അടുത്ത് എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചിട്ട് നടന്ന് വരുമ്പോൾ വീഴാം എന്നുള്ളൊരു ഡയലോഗ് വരെയും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അതിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അവർക്ക് പ്ലേസ് ഓഫ് ഒക്കറൻസ് അറിയില്ല, ഒന്നും അറിയില്ല. റോഡിലെ ഡിവൈഡറാണ് കിടന്നതാണെങ്കിൽ ഇങ്ങനൊരു സാധ്യത കൂടിയുണ്ട്, വണ്ടിയിൽ നിന്ന് കളഞ്ഞത് മാത്രമാവില്ല, ഇങ്ങനൊരു സാധ്യത കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട 3-4 സാധ്യതകളിൽ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സാധ്യത ഞങ്ങൾ ആദ്യം അന്വേഷിക്കുകയായിരുന്നു. പക്ഷെ അതിൽ തന്നെ ഈ പ്രതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഒരു കേസ് തീർപ്പാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ക്രൈംബ്രാഞ്ചിലെ ആദ്യത്തെ കേസാണത്. അതാണ് ഈ സത്യൻ മർഡർ.